വറഹ്മ. പെണ്ണറിയേണ്ട പ്രധാനമായ ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഇന്ന് അത് അറിഞ്ഞിട്ടില്ല, അതുകൊണ്ടാ പറയുന്നത്. ക്ഷമിക്കണം. എന്താ അത്? മേലുദ്യോഗസ്ഥന്റെ രാവിലെ ഇവിടുന്ന് പോയതാ ഭർത്താവ്. പോയപ്പോ തന്നെ ബസ് കിട്ടിയില്ല, 2 ബസ് മിസ്സായി. നടന്നതാ, പക്ഷെ നീ അറിഞ്ഞിട്ടില്ല. നീ AC കുത്തിരിക്കുകയായിരുന്നു. നിന്റെ ഭർത്താവ് റോട്ടിലൂടെ നടന്നതാ. ബസ് കയറുമെന്ന് തന്നെ മറ്റോന്റെ കൈമുട്ടുകൊണ്ട് കണ്ണിന് കുത്ത് കിട്ടിയിട്ടുണ്ട്. കണ്ണിൽ ചോര വന്നിട്ട് നീ അറിഞ്ഞിട്ടില്ല. നിന്റെ ഭർത്താവ് ഓഫീസിൽ കയറി ചെന്നപ്പോ അരമണിക്കൂർ ലേറ്റ് ആയിട്ടുണ്ട്. മേലുദ്യോഗസ്ഥന്റെ ചീത്ത കേട്ടിട്ടുണ്ട്. അവിടുന്ന് ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഷോക്ക് അടിച്ചിട്ടുണ്ട്. നീ അതറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഭർത്താവിന്റെ കാല് മുതൽ ശിരസ്സു വരെ ചോരയും നീരുമൊലിക്കുന്ന ചലമൊലിക്കുന്ന അവസ്ഥ ഉണ്ടായാൽ, ഭാര്യമാരെ, നിങ്ങളുടെ നാവ് കൊണ്ട് അത് നക്കി തുടച്ചാൽ പോലും ഭർത്താവിനോടുള്ള കടപ്പാടാവുകയില്ല എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. ഭർത്താവ് ഭാര്യയോട് ചൂടായി. മുഹമ്മദ് നബി പറയാൻ സല്ലല്ലാഹു അലൈഹി വഅസ്ഹാബിഹി വസല്ലം, ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ലാത്ത റസൂലുള്ളാഹി, റസൂലുള്ളാഹി പറയാ, ഭർത്താവ് ചൂടായി ഭാര്യയോട് ആവശ്യമില്ലാതെ. എങ്കിൽ പോലും ഭാര്യ ഭർത്താവിന്റെ 2 കൈകളിൽ രാത്രി ഇങ്ങനെ കൈവച്ചിട്ട്, ഭർത്താവിന്റെ കൈ ഇങ്ങനെ, ഭാര്യയുടെ കൈ അതിന്റെ മേലെ, എന്നിട്ട് ഭാര്യ പറയുന്നതാ, നിങ്ങൾ എന്നെ തൃപ്തിപ്പെട്ടിട്ടല്ലാതെ, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടിട്ടല്ലാതെ ഇന്നൊരു പോള ഞാൻ എന്റെ കണ്ണടക്കില്ല. അങ്ങനെ പറയുന്ന ഒരു ഭാര്യക്ക് ഭർത്താവിനെ സ്നേഹനിധിയായ ഭർത്താവാക്കാൻ സാധിക്കും, അല്ലേ? ഇനിയോ വിശുദ്ധ ഖുർആൻ നിങ്ങളെ പറ്റി പറഞ്ഞതെന്താ? ഞാൻ നേരത്തെ പറഞ്ഞിടത്ത് തിരിച്ചു പോവുകയാണ്. ഓഫീസിലെ പ്രയാസം അനുഭവിച്ച് വൈകുന്നേരം 5 മണിക്ക് വിട്ട് വാഹനത്തിലെ തിരക്കിൽ നിന്ന് ക്ഷീണിച്ചവശനായി 2 കൈകളിൽ കിറ്റുമായി ഭർത്താവ് കയറി വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ ഓർക്കണം, അങ്ങനെ കയറി വരുന്ന ഭർത്താവിനെ നടയിൽ ചെന്ന് ഓടി 5 മണിക്ക് കാത്തിരുന്ന് ഭർത്താവിന് വേണ്ടി കണ്ണിലെണ്ണ കഴിച്ച് കാത്തിരുന്ന് ഓടി നടയിൽ ചെന്ന് ഭർത്താവിന്റെ കൈകളിലെ കിറ്റ് വാങ്ങി തലയിലിട്ട തട്ടം കൊണ്ട് ഭർത്താവിന്റെ നെറ്റിത്തടത്തില് വിയർപ്പ് തുടച്ചുകൊണ്ട്, ഇന്നൊരുപാട് ക്ഷീണിച്ച പോലെ തോന്നുന്നുണ്ടല്ലോ, എന്ത് പറ്റി എന്റെ പ്രിയതമന്, വന്നോളൂ, വെള്ളം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഭാര്യയുടെ മനോഗതം ഡൈവേഴ്സിൽ കലാശിക്കുകയില്ല. ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. ഖുർആനിലെ 30-ാം അധ്യായം